ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും മിണ്ടാണ്ടിക്കിടിന്ന് അങ്ങോട്ട് പോ പ്ലീസ്. ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തിട്ടാ വെച്ചാൽ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ക്ലീനിങ് വീഡിയോ പിടിക്കുമ്പോൾ മെയിനായിട്ട് ഉണ്ടാകുന്ന ചില അബദ്ധങ്ങൾ അതാണ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ വീണ്ടും അഭിനയിക്കുന്നതാട്ടല്ലാണ്ട് ഇത് അന്ന് പിടിച്ചു വെച്ചൊന്നല്ല. ഇന്ന് ഞാൻ വീണ്ടും ആ സീനുകളൊക്കെ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഓടി അങ്ങോട്ടൊന്നും പോടി, ഞാൻ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ക്ലീനിങ് റുട്ടീനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ഇതേ ഫുള്ള് ഹോളൊക്കെ അടിച്ച് വാരി ഇടാണ് കേട്ടോ. അപ്പോൾ അത് അടിച്ച് വാരി ഇട്ട് കഴിഞ്ഞാലാണ് പിന്നെ തുടക്കിണ്ടെങ്കിൽ എന്തുട്ടാടി ഇത് കൂടെ വരില്ലേന്ന് എത്ര പ്രാവശ്യം പറഞ്ഞേ. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ കഴിഞ്ഞ നിങ്ങളുടെ അപ്പൊ അതെ നേരത്തെ ഒന്ന് പിടിക്കാൻ തോന്നിയേ. ഇനി നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇത് കിട്ടൂട്ടോ നല്ലത്. ഷൂട്ട് ചെയ്ത് കറക്റ്റ് കിട്ടിയാവോ? ഇതേതപ്പോൾ ഈച്ച അതിൻ്റെ കൂടെ ഈച്ച പോടുന്നു ഷൂട്ട് ചെയ്യാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫുള്ള് ഇപ്പോൾ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സിൻ്റെ കൈ ഇത് ഈ സ്ലീവ്സ് ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ നനഞ്ഞിട്ടും പാടില്ല. അയ്യോ, ഞാൻ റെക്കോർഡിങ് അമർത്തിയിട്ടുണ്ടായിരുന്ന. അയ്യോ, ഇനി പാത്രം മുഴുവൻ ആദ്യം തൊട്ട് കഴുകണം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊരു കഷ്ടം ഉണ്ടായേ. റെക്കോർഡ് ക്ലിക്ക് ചെയ്യാനും മറന്നു. അപ്പോൾ ബെഡ്റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു റെഡ് കളർ കുഷിനാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യണം. അയ്യോ, ക്യാമറ വീണല്ലോ. മുഖം അങ്ങാനും വന്നാൽ പോയിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇത് ഇനി ആദ്യം ഒന്നും ഷൂട്ട് ചെയ്യണ്ടേ. എന്തൊരു കഷ്ടമാണ്. സ്റ്റാൻഡൊന്നും മര്യാദയ്ക്ക് ഇരിക്കില്ല കാട്ടിൽ. അപ്പോൾ ബെഡ്റൂം ക്ലീനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ബ്ലാങ്കറ്റ് മടക്കി വയ്ക്കലാണ്. ബ്ലാങ്കറ്റ് മടക്കി വയ്ക്കുമ്പോൾ തന്നെ റൂം നല്ല ക്ലീൻ ആവും. ബ്ലാങ്കറ്റ് ചില നേരത്തെ എത്ര മടക്കിയാലും ഇങ്ങനെ ചുരുണ്ടുകൊണ്ടിരിക്കും, കറക്റ്റ് ആവില്ല. ഇനിയിപ്പോൾ വീണ്ടും ഒന്നുകൂടി മടക്കാം. ഒന്നുകൂടി മടക്കാം. ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്. ഇത് ഈ ക്ലിപ്പിങ് ആഡ് ചെയ്യാം വീഡിയോയിൽ. കറക്റ്റായി ഇത് ആഡ്. അയ്യോ, ഞാൻ റെക്കോർഡ് പ്രസ് ചെയ്യാൻ മറന്നാ. അയ്യോ, ഇനി ആദ്യം പൊതുപ്പ് മടക്കണ്ടേ, പിന്നെയും പിടിക്കണ്ടേ. കറക്റ്റായിട്ട് മടക്കിയതായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും മടക്കാറായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ജനാല ഫുള്ള് പൊടി തുടക്കലാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ക്ലോത്ത് എടുത്തിട്ട് ഗ്രില്ലുകളൊക്കെ തുടക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്ലീനിങ് ഏതാണ്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു വ്യൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതേ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അയ്യോ, അവിടെ ഒരു പൊടി ഇരിക്കുന്നില്ല. തുടക്കാൻ നേരത്തത് കണ്ടില്ലല്ലോ. അയ്യോ, ഇത് ഇവിടെ ഉണ്ടല്ലോ. ഷൂട്ട് ചെയ്യണ നേരത്തത് മുഴുവൻ കാണുള്ളൂ. ക്യാമറയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണും ചെയ്യും. അതൊന്നും എടുത്ത് കളയാറ്റ്. ഇനിയിപ്പോൾ വീണ്ടും ആദ്യം തൊട്ട് ഒന്നുകൂടി ഷൂട്ട് ചെയ്യും. അപ്പോൾ ബെഡ്റൂം ഞാൻ ദേ അടിച്ചൊക്കെ വാരി ഇടാണ്. അപ്പോൾ ബെഡ്റൂം ക്ലീനിങ് ഏതാണ്ട് അവസാനിച്ചു. ഇനിയിപ്പോൾ അടുത്ത റൂമിലേക്ക് പോകാൻ. അടുത്തതായിട്ട് ഞാൻ ലിവിംഗ് റൂമാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ലിവിംഗ് റൂമിലേക്ക് പോവാം. അപ്പോൾ അതേ ലിവിംഗ് റൂം അടിച്ചു വാരാണ്. അപ്പോൾ ലിവിംഗ് റൂമിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അടിച്ചു വാരി എടുക്കുകയാണ്. ഞാൻ നേരത്തെ സ്ലിപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നേരത്തെ സ്ലിപ്പർ ഇട്ടിട്ടാണോ പിടിച്ചത്? ഓർമ്മയില്ലല്ലോ. പഴയ വീഡിയോയിൽ നോക്കി നോക്കട്ടെ. അപ്പോൾ അടുത്തതായിട്ട് ടേബിൾ ക്ലീൻ ചെയ്യാൻ പോകണം. മക്കളാണ് ടേബിൾ ക്ലീൻ ചെയ്യാൻ പോണത്. അതെ, ഞാൻ നിങ്ങളെ വിളിക്കൂട്ടോ. അപ്പോൾ നിങ്ങൾ വരണട്ടാ. ഞാൻ ടേബിൾ ക്ലീൻ ചെയ്യാൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടി വരണം. എടി ഒന്ന് മേശ തുടക്കി. അതല്ലടി, എനിക്കിപ്പോൾ ഷൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ പൊക്കോ. എനിക്കപ്പോൾ പയർ പണിക്ക് പോലെ. അപ്പോൾ നീ ഗ്രീനും നീ റോസ് തുണിയിട്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് തുടക്കാട്ടോ. നിങ്ങൾ സാധാരണ തുടക്കാറില്ല. അങ്ങനെ തുടച്ചാൽ മതി, വേറെ ചെയ്യണ്ട. ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക. ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് വെള്ളം. മര്യാദക്ക് തുടക്കാതെ എന്തിന് നിങ്ങൾ ഇങ്ങനെ കാണിക്കണേ? മര്യാദക്ക് തുടക്കി. ഇസബെല്ലെന്നാ ചേച്ചി നല്ല വിളിക്കാറ്. നീ മര്യാദക്ക് തുടക്കി. അപ്പം നമ്മുടെ ക്ലീനിങ് റുട്ടീനൊക്കെ കഴിഞ്ഞു. രാവിലത്തെ വീട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അയ്യോ താരവിടെ ചെരുപ്പ് കൊണ്ടിട്ടേ. ഞാൻ ഇത് നന്നായിട്ട് ഷൂട്ട് ചെയ്ത് വന്നാന്ന് പറയും. ഇനിയിപ്പോൾ ഈ ചെരുപ്പ് വന്നാൽ ഇനിയിപ്പോൾ ഒന്നും കൂടി ഷൂട്ട് ചെയ്യണം. എടുത്തിട്ട് പോകേണ്ടത് കുഞ്ഞിച്ചെരുപ്പ് ഇവിടെ കൊണ്ടിട്ടേക്കാ. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടിട്ടോ. അതെന്തിനാ അതിന് മുമ്പ് ഇവിടെ കൊണ്ടുവരാ സാധനങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ പോണത്? ഞാൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരത്തെ ക്ലീനിങ് റുട്ടീനിലാണ് ഞാൻ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാറ് കേട്ടോ. അത് സ്ക്രബ്ബർ ബ്രഷ് വെച്ചിട്ട്. അയ്യോ, വെള്ളം ഫോണിലേക്ക് തെറിച്ച. ഉള്ളിൽ പോയി ക്യാമറ. വെള്ളം നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. വെള്ളമായി തോന്നുന്നുണ്ട്.
അപ്പോൾ ഇത് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇനി ഇതൊക്കെ ഫുള്ള് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോകണം. നമ്മളെപ്പോഴും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കണം. കുറേ ഇംഗ്ലീഷായി, ഞാനിപ്പോൾ ഇംഗ്ലീഷ് കുറേ പറഞ്ഞപ്പോൾ ഓവറായിന്ന് പറയുമോ. നമ്മളിപ്പോൾ തുണികളൊക്കെ തേച്ച് മടക്കി കബോർഡുകളിലൊക്കെ ഒതുക്കി വെക്കാൻ പോകാട്ടോ. അപ്പോൾ എന്തായാലും വേഗം തന്നെ നമുക്ക് ഒതുക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ബുക്ക് സ്റ്റാൻഡാണ്, കുട്ടികളുടെ ബുക്ക് സ്റ്റാൻഡാണ് ഒതുക്കി വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒതുക്കി വെക്കാം. എന്നിട്ടാ അവിടെ കൊണ്ടുപോയിക്കണേ? ഷൂ പോളിഷാ അവിടെ നിൽക്കത്, ആ ഷൂ അതെടുക്ക് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ബുക്സ് വേഗം തന്നെ ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ബുക്സ് നമുക്ക് രണ്ടാമത്തെ ഷെൽഫിൽ വെക്കാം. ഇതിൽ വെക്കണ്ടേ? രണ്ടാമത്തേൽ വെക്കുക. അപ്പോൾ അത് കറക്റ്റ് ഓർഡർ ആവുള്ളൂ. എനിക്ക് ചെവി കേൾക്കണില്ലേ? മൂന്നാമത്തേൽ വെക്കാൻ പറയുമ്പോൾ നാലാമത്തേൽ വെക്കുക, നാലാമത്തേൽ വെക്കുമ്പോൾ അഞ്ചാമത്തേൽ വെക്കുക. അയ്യോ. അപ്പോൾ നമ്മളിന്ന് പെപ്പ പിഗിൻ്റെ ബാത്ത് ടൈം എന്ന് പറഞ്ഞ സ്റ്റോറി ആയിട്ട് വായിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇവർക്ക് വായിച്ചെടുക്കും. എന്ത് ഏതാ? അത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാ, അത് വേണ്ട. നിങ്ങൾ ആദ്യം അത് തീരുമാനമാക്കാൻ എന്നിട്ട് നമുക്ക് വായിച്ചു തുടങ്ങാം. നന്നായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങൾ ശരിക്കും ഉണ്ടാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒന്നും കൂടി അഭിനയിച്ച് കാണിച്ചു എന്ന് മാത്രം. ഒന്നും സൈലൻ്റ് ആയിട്ടിരുന്നേ. നിൻ്റെ അപ്പോൾ ആവശ്യം കിലി എപ്പോഴും കേട്ടുകൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറുതെ അഭിനയിച്ച് കാണിച്ചതാണ് കേട്ടോ. പക്ഷേ അതുകൊണ്ട് അതിൻ്റെതായ ഒരു അപാകതയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതൊരിക്കലും നിങ്ങളെല്ലാവരോടും ബൈ ബൈ.